ശരി. അപ്പൊ ഈ ഭൂജല വകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ പാടെ നിന്ന് ഒരുമിച്ച് മൂത്രം ഒഴിച്ചിട്ടപ്പ ഈ വെള്ളമൊക്കെ വന്നത്? അല്ല അല്ല, ഞാൻ എൻ്റെ സംശയം ചോദിക്കാണേ. അത് നടക്കണില്ല. അല്ല അതെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ശരി ശരി ശരി. എന്താണ് സാറേ? കുഴൽക്കിണറിനുള്ള അപേക്ഷയാണ്. ശരി. അങ്ങടെ വെള്ളം കൂടി മുട്ടിക്കാൻ വന്നതാണ് അല്ലേ? ഇരിക്ക്. വീട്ടിലെ കിണറില് തീരെ വെള്ളമില്ല. അത് ശരി. അപ്പൊ ഈ ബക്കറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ നോക്കിയാലും കിട്ടിയ ഒരു തുള്ളി വെള്ളവും. കാര്യമില്ല. ഇപ്പൊ കാലങ്ങളൊക്കെ മാറി വരല്ലേ, ആൾക്കാരുടെ ജീവിത രീതിയൊക്കെ മാറി വരുന്നതിനനുസരിച്ച് ഭൂമി പണി തരുന്നതാണേ. അപ്പൊ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇതിപ്പോ ഞങ്ങളിപ്പോ ഈ കുഴൽക്കിണർ കുത്തണതിന്റെ അപകടത്തെ കുറിച്ചിട്ടാ ഈ സംസാരിച്ചോണ്ടിരുന്നത്. ഈ ചുരുളി എന്ന് പറഞ്ഞ സ്ഥലത്തേ ഒരു കുഴൽക്കിണർ കുത്തിയിട്ട് ആ ഭൂമിയിലുള്ള വെള്ളമൊക്കെ പാടങ്ങോട്ട് പുറത്തേക്ക് ചാടി. എന്നിട്ട് ഇപ്പൊ ആ പരിസരത്തുള്ള സകല കിണറ്റിലെ വെള്ളം വറ്റിന്ന് തന്നെ 10-42 കുടുംബങ്ങൾ വെള്ളം കിട്ടാണ്ട് കിടന്ന് അലയാന്നാ പറയണത്. അങ്ങനെയൊക്കെ ഉണ്ടാവും സാറേ? അങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ പിന്നെ ഭൂജല വകുപ്പിലെ കേന്ദ്ര ഭൂജല വകുപ്പിലെ ഉദ്യോഗസ്ഥർ വന്നിട്ടാണ് പ്ലാസ്റ്റിക് ഇട്ട് അടച്ചത്. എങ്ങനെ ഇപ്പൊ ഈ കുളി നനയൊക്കെ? കുളി നനയൊക്കെ ആകെ ബുദ്ധിമുട്ടാണ് സാറേ. ഞാൻ ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരുണ്ട് ദാസൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവന്റെ വീട്ടിൽ പോയിട്ട് അപ്പൊ ഞാൻ കുളിക്കണം. ഭാര്യയൊക്കെ പിന്നെ അടുത്തുനിന്ന് എവിടുന്നെങ്കിലൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലൊക്കെ കഴിക്കും. എന്നെ നല്ലത് നിങ്ങൾ യാത്രയൊക്കെ കുറയ്ക്കുക. ഇനിയിപ്പോ അത്യാവശ്യം വല്ല യാത്ര ഒക്കെ ഉണ്ടെച്ചെങ്കിലേ അത്ര സെന്റ് ഒക്കെ പൂശിട്ട് പോവുക. ഒന്നും എന്നും നടക്കില്ല. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ ഞാൻ കുളിച്ചിട്ട് 3 ദിവസമായി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ അവിടെയും സാമങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനേ എന്തായാലും ഞാൻ സത്യന്റെ അവിടെ വരണം. ഞാൻ എന്നിട്ട് അതിന്റെ ഒരു സാധ്യത എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിക്കണം. നിങ്ങളവിടെ ഈ കുഴൽക്കിണർ കുത്താനുള്ള സാധ്യത ഉണ്ടെങ്കിൽ തന്നെ ആ വെള്ളത്തിന്റെ pH തോത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അറിയണം. എന്നിട്ട് അത് ഉപയോഗപ്രദമാക്കാൻ പറ്റുമോ നോക്കണം. എന്നിട്ടൊക്കെയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇതിനൊക്കെയുള്ള ഈ അനുമതിയൊക്കെ തരാൻ പറ്റുള്ളൂ. എന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് തന്നാൽ തന്നെ നിങ്ങള് പഞ്ചായത്തിൽ പോയിട്ട് അനുമതി വാങ്ങണം. അവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാൻ സാധ്യതയല്ല. അടുത്തൊക്കെ ഇവിടെ ഉണ്ട്. ഉണ്ട്. അല്ല എന്നാലും അത് അങ്ങനെ നിയമമാണല്ലോ. അപ്പൊ അതിന്റെ രീതിക്കനുസരിച്ച് അതൊക്കെ പോവാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പൊ എന്താ വെച്ചപ്പോ എഞ്ചിനീയർ മന്മോഹൻ സാർ ഇപ്പൊ ലീവാണ്. ഇപ്പൊ ഇല്ല മൂപ്പര് വന്നാലിപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ എന്താന്ന് പറയാൻ പറ്റുള്ളൂ. ഈ അപേക്ഷ ഫീസിന്റെ ഇതൊക്കെ. എന്നാ ശരി, ഞങ്ങള് മന്മോഹൻ സാറുള്ളപ്പോഴേ വന്നാ ബാക്കി കാര്യങ്ങളൊക്കെ പറയും. അതിനനുസരിച്ചൊക്കെ ചെയ്യാം കേട്ടോ. നോക്കാം. ആയിക്കോട്ടെ. പിന്നെ പ്രാർത്ഥിക്കാൻ നന്നായിട്ട് മഴ പെയ്യാൻ. ഈ ഇടങ്ങറൊന്നും ഇല്ലല്ലോ കേട്ടോ. എന്നാ ശരി. എന്നാ അങ്ങനെ ആവട്ടെ. സാറേ, അതെ, ഒരു കോളൊത്തിട്ടുണ്ട്. ഒരു സത്യശീലൻ എന്ന് പറഞ്ഞിട്ട്. വാദിക്കപ്പറമ്പിൽ സത്യശീലൻ. വാദിക്കപ്പറമ്പിൽ സത്യശീലൻ, കയക്കമ്പലം. അത് ഞാൻ കണ്ടുപിടിച്ച് നടപടി ആയിക്കോളാം. അപ്പൊ ശരി എന്നാല്. ഓക്കെ, ശരി എന്നാ. ഞാൻ ഒരു കസ്റ്റമർ മുമ്പിലുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ആൾക്കാരുടെ വെള്ളം കൂടി എന്തായാലും മുട്ടി. എന്തിനാ നമ്മുടെ വെള്ളം കൂടി മുട്ടിക്കണം?